ഇപ്പൊ നമ്മളൊക്കെ ഈ കളിയാക്കി പറയുന്ന പല സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. ഒത്തിരി പേരുണ്ട് നമ്മൾ വളരെ തമാശയ്ക്കായിട്ടൊക്കെ കാണുന്നവരും. അവർ പലതരത്തിലുള്ള കോമാളിത്തരം കാണിക്കുന്നു, അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നമ്മൾ ചിരിക്കുന്നു, നമ്മൾ അതിന്റെ അടിയിൽ പോയിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ കമന്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഇടയിൽ തന്നെ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇവരൊക്കെ ഉണ്ടാക്കുന്ന സാമ്പത്തികം എന്തുമാത്രമാണെന്ന് അറിയാം. അവർക്കാർക്കും ഫേസ്ബുക്കിൽ നല്ല പൈസ കൊടുക്കുന്നത്. ഈ നെഗറ്റീവ് സാധനങ്ങൾ കൂടുതൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ സെക്ഷൽ കണ്ടന്റ് പോലുള്ള സാധനങ്ങൾക്കൊന്നും ക്യാഷ് കിട്ടത്തില്ല. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഇവരൊക്കെ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇവര് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പ്രശസ്തിയോ കുപ്രസിദ്ധിയോ അതാണ് അവർ വിറ്റ് കാശാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് കൂടെയുണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രശസ്തരാകുക എന്നുള്ളത്. 2500 രൂപയൊക്കെയാണ് ഒരു ബർത്ത്ഡേ വിഷ് പറയാനായിട്ട് ഇവരിൽ പലരും ചാർജ് ചെയ്ത്. ഒരു കല്യാണത്തിന് വരെ 25,000 രൂപ, ഒരു കട ഉദ്ഘാടനത്തിന് ഇത്ര രൂപ. അവര് സ്വയം ഒരു ബ്രാൻഡായിട്ട് മാറി അവര് വലിയ രീതിയിൽ അങ്ങ് വികസിച്ചു കഴിഞ്ഞു. അവർക്ക് പിന്നെ വേറൊരു കാര്യം അറിയാം, ഒരുപാട് കാലം ഇതും വെച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പൈസ വെച്ചിട്ട് അവർ പുതിയ ബിസിനസ്സുകൾ, പുതിയ മീഡിയകൾ, പുതിയ സംഗതികളിലേക്ക് അവർ മാറുക. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാ. നമ്മൾ സ്വയം ഒരു കോണ്ടന്റ് ആയിട്ട് മാറുക, വളരെ പ്രശസ്തനായി മാറുക, അതിലൂടെ നമ്മളെ വിറ്റ് കാശുണ്ടാക്കുക. അതേ നടക്കുകയുള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് കിട്ടും എന്നും പറഞ്ഞ് ഒരിക്കലും നിൽക്കരുത്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം.